ഇന്നത്തെ ഐറ്റം എന്താ? പായസം. ക്യാരറ്റ് പായസമാണ് ഞങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പൊ ഈ ഒരു പായസം എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ എടുക്കാണ്. പിന്നെ യൂട്യൂബിൽ ഒരു പുതിയൊരു ഇത് തന്നിട്ടുണ്ട്, ഹൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബട്ടൺ ഹൈപ്പ് ബട്ടൺ. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ കിടക്കാം. ഓക്കെ, മൂന്ന് ഏലക്കായ, ഒരു 3 ടേബിൾ സ്പൂണ് മുന്തിരി, ഒരു 4 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പ്, കശുവണ്ടി പരിപ്പ്. ഇത് 2 കപ്പ് 250 മില്ലിൻ്റെ 2 കപ്പ് ക്യാരറ്റ് തോല് കളഞ്ഞിട്ട് ചീകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മാറ്റി വെക്കുക. ഇനി 3 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ സേമിയ അരക്കപ്പ്, ചെറിയ സേമിയ, നമ്മുടെ ഏറ്റവും നൈസായിട്ടുള്ള സേമിയ ഉണ്ട്, ആ ഒരു സേമിയ എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു സേമിയ ഒരു അരക്കപ്പ് എടുക്കുക. പിന്നെ 1 കപ്പ് പഞ്ചസാര നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യുക. ഒരു കപ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ 250 മില്ലിയുടെ 6 കപ്പ് നല്ല നാടൻ പാലാണ്, ഫ്രഷ് പാല്. പിന്നെ നമുക്ക് ആവശ്യത്തിന് സ്വല്പം നെയ്യും വേണം. അപ്പം ഇതാദ്യം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ സ്വല്പം നെയ്യ് ഇട്ടിട്ട് ആ അണ്ടിയും മുന്തിരിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് മുന്തിരി ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ടാണ് സാറിന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതാണ് നല്ലത്. നമ്മളത് ഉണക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ കഴുകാൻ തോന്നും. അപ്പോൾ അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വേറൊരു പണി എടുക്കരുത് ഈ സമയത്ത്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഒന്നിങ്ങനെ വലുതായി ഇങ്ങനെ ബലൂൺ പോലെ അങ്ങനെ വരും. ആ സമയത്ത് നമ്മളിത് കംപ്ലീറ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കുക. അധികം വെച്ചാൽ പിന്നെ അത് കരിഞ്ഞു, പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. കുട്ടികൾക്ക് പൊതുവെ മുന്തിരി ഇവിടെ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് മുന്തിരി ഇഷ്ടമാണ്. അപ്പോൾ അത് മാറ്റി വെച്ച് അതിലേക്ക് ഇനി ബാക്കിയുള്ള കശുവണ്ടി നിങ്ങളുടെ സൗകര്യം പോലെ ചെറുതാക്കി മുറിക്കണം. ഞാൻ കുറച്ച് വലുതാക്കിയിട്ടിട്ടതാണ്. ഇത് ഇതേപോലെ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ വേറെ എവിടെയും പോകരുത്, നിങ്ങൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അധികം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇത് കരിഞ്ഞു. ഒന്നിങ്ങനെ കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എടുത്ത് മാറ്റണം. അപ്പോൾ ഇത് ഞാനിനി ഇവിടുന്ന് എടുത്ത് മാറ്റുകയാണ്. ഈ നെയ്യ് ഉള്ള അതേ പാത്രത്തിൽ തന്നെയാണ് ഇനി അടുത്ത കലാപരിപാടി നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതവിടെ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആ ക്യാരറ്റ് 2 കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 3 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. അത് നല്ലോണം അങ്ങോട്ട് വാട്ടുക. ക്യാരറ്റ് നല്ലോണം കഴുകിയിട്ട് തോല് കളയണം. തോല് കളഞ്ഞിട്ട് വേണം ഇതാക്കാൻ. അപ്പോൾ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ടിട്ട് അത് നല്ലോണം എന്നിട്ട് ഇളക്കി ശരിയാക്കുന്നുണ്ട് കംപ്ലീറ്റ്. ഒന്നിങ്ങനെ വാടി വന്ന ശേഷം നമുക്ക് അതിലേക്ക് 1 കപ്പ് പാലിൽ ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കണം. ഇത് ഒരു ഫസ്റ്റ് സെക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് പാലിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഒന്ന് തിളച്ച് വരിക. ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് ചിലപ്പോൾ അങ്ങനെ ഒട്ടി നിൽക്കും ക്യാരറ്റ്. അതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഇളക്കിയിട്ട് അത് ശരിയാക്കി വെക്കുക. നല്ലൊരു മഞ്ഞ കളറായിട്ട് വരും. സ്വല്പം നെയ്യിൻ്റെ കളറുണ്ട്, അതിന് പുറമെ ഈ ക്യാരറ്റിൻ്റെ കളറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് പുറത്തൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. അതവിടെ അടച്ച് മാറ്റി വെക്കുക. ഇത് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്. ഞാൻ ഈ പാത്രം കഴുകിയിട്ടാണ് ചെയ്യുന്നത്. സെയിം പാത്രത്തിൽ നമ്മൾ സേമിയ വറുക്കരുത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ട് നെയ്യ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ സേമിയ ഇട്ട് വറുക്കുകയാണ്. ഏറ്റവും നൈസായിട്ടുള്ള സേമിയ ഉണ്ട്. നമ്മളെ കുണാഫൊക്കെ ഉണ്ടാക്കുന്ന ഒരു സേമിയ, മുമ്പ് ഒരു കുണാഫ ഉണ്ടാക്കിയിരുന്നല്ലോ, ആ ഒരു സൈസ് സേമിയാണ്. അരക്കപ്പിട്ടാൽ മതി. അധികം സേമിയ ഇട്ട് കഴിഞ്ഞാൽ അല്ലാണ്ട് കട്ടിയായി പോകും, പിന്നെ കൊഴുപ്പ് പോലെ ആയിപ്പോവും, പിന്നെ പുഡിങ് എല്ലാം ആയിട്ടായി പോകും. അപ്പോൾ 1/2 കപ്പ് മാത്രം ഇതിട്ടിട്ട് അത് നല്ലോണം അങ്ങോട്ട് കംപ്ലീറ്റ് വാടി വരിക. ഇതിൽ പഞ്ചസാര നമ്മൾ ഇപ്പോൾ ഇടരുത്. പഞ്ചസാര ഇതിൽ പാൽ ഒഴിച്ചിട്ട് ഈ സേമിയ വെന്ത് കഴിഞ്ഞ ശേഷം മാത്രമേ പഞ്ചസാര ഇടാൻ പറ്റൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് വെന്ത് കിട്ടൂല. അപ്പം ഞാനിതിൽ ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി പാൽ ഒഴിക്കുകയാണ്. ബാക്കിയുള്ള പാൽ കംപ്ലീറ്റ് അതിലേക്ക് ഒഴിക്കുകയാണ്. പാൽ ഒഴിച്ച ഉടനെ തന്നെ കംപ്ലീറ്റ് ഇളക്കണം. ഞാനൊരു 3 ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇനി ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. പക്ഷേ എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കായ ഇട്ടിട്ടുള്ളത്. അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഏകദേശം തിളച്ച് വെന്ത് വന്ന ശേഷം ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഞാൻ മൊത്തം 1 കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുറക്കണേ കുറക്കാം, കൂട്ടണേ കൂട്ടാം.
ഒരു നുള്ളി ഉപ്പിടണം. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ നല്ലോണം ഇളക്കുക, എല്ലാ ഭാഗത്തും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ഒന്ന് തിള വന്ന് കഴിഞ്ഞ ശേഷം അതെടുത്തിട്ട് പുറത്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫാക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് മുന്തിരിയും ലാസ്റ്റ് ഇട്ടാൽ മതി. മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് അത് ഓഫ് ചെയ്യുക, പിന്നെ എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സേവ് ചെയ്യാൻ നല്ലത്. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ഒന്ന് സെറ്റായി വരിക. ഓഫ് ചെയ്ത് അവിടെ പുറത്ത് നമുക്ക് അടച്ചു വെക്കണം. കംപ്ലീറ്റ് ഇളക്കി വെക്കുക. പിന്നെ മധുരം ഉണ്ടാവും, ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് വെക്കുക. മധുരം കുറവുണ്ടെങ്കിൽ ഇടുക. അപ്പോൾ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കൂടി കംപ്ലീറ്റ് അങ്ങോട്ട് ഇളക്കി റെഡിയാക്കുക. ഞാനൊരു അടപ്പെടുത്തിട്ട് അടച്ചു വെക്കുകയാണ്. ചുരുങ്ങിയതൊരു മണിക്കൂർ ഇങ്ങനെ അടഞ്ഞു വെക്കണം, എന്നാലും അതിനൊരു ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂർ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഞ്ഞ കളറ് കാര്യങ്ങൾ നല്ല സൂപ്പറാണ്. ഇതിന് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. എൻ്റെ ചാനലിൽ ഒരുപാട് പായസങ്ങൾ വേറുണ്ട്, ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്, ബിരിയാണികളുണ്ട്, ഒരുപാട് സ്നാക്കുകളുണ്ട്, ഡെസേർട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.